ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധമായിരുന്നു ഇന്നലെ. അവരുടെ ആവശ്യങ്ങളിൽ ഒന്നായ ഓണറേറിയത്തിലെ മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഇന്നലെ സർക്കാർ അത് ഓക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. സർക്കാർ പറഞ്ഞു ആ മാനദണ്ഡങ്ങൾ ഒഴിവാക്കാമെന്നുള്ളത്. കാരണം നമുക്കറിയാം ഏകദേശം 10 മാനദണ്ഡങ്ങളുണ്ട്, അതിൽ 5 എണ്ണമെങ്കിലും പാലിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇപ്പം ആദ്യത്തെ ഒരു ആവശ്യം അവർക്ക് നേടിയെടുത്തു, അതിൻ്റെ സന്തോഷവും ആഹ്ലാദ പ്രകടനവും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനിയുള്ള ആവശ്യം ബാക്കി പ്രതിഫലത്തിൻ്റെ കാര്യത്തിലാണ്. ഇപ്പം ഈ ഓണറേറിയത്തിലെ മാനദണ്ഡങ്ങൾ അത് എന്തൊക്കെയായിരുന്നു? ഞാൻ ആലോചിക്കുന്നത്, ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തിനോടൊപ്പം നിൽക്കുന്നവരാണ്. ഇവർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടില്ലേ? എന്താ ഇവർ കാണിക്കുന്നത്? ഈ ചില മാനദണ്ഡങ്ങൾ ഒക്കെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു, ചിലത് ബാക്കി നിർത്തുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു പുറംമോടി കാണിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തു എന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. അധികാരത്തിൻ്റെ ഇടനാഴിയിൽ വളകിലുക്കമല്ല ഇടിമുഴക്കമാണ് ഇവരിൽ നിന്നുണ്ടാകുന്നത് എന്ന് കാണിച്ചവരാണ് ഇവർ. പക്ഷേ സ്ത്രീകളെ വേണ്ട തരത്തിൽ അംഗീകരിക്കാതിരിക്കുക, പരിഗണിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 1 മാസത്തിലധികമായിട്ട് ഈ 25,000-ത്തിലധികം പേര് തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുൻപിലിട്ട് വലിച്ചിഴയ്ക്കുന്ന രംഗം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുശാസനന്മാരാണിവർ. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം നടത്തിയ കൗരവരെ പോലുള്ളവരാണ് ഈ ഇടതുപക്ഷം. അതുപോലെയാണ് ഈ സ്ത്രീകളെ അത്തരത്തിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനപ്പുറം നമുക്ക് വേറെ ചില കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. ഇടതുപക്ഷത്ത് വലിയ സ്ത്രീ പ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ, വലിയ സ്ത്രീകളുടെ കൂട്ടായ്മ, സാംസ്കാരിക കൂട്ടായ്മ. ഇവരൊക്കെ എവിടെ പോയി? എന്തിനും ഏതിനും കുരയ്ക്കുന്ന സ്ത്രീ കൂട്ടായ്മയുണ്ട്, എവിടെ പോയി അവരെ? ഈ ആശാ വർക്കർമാർ 2005-ലാണ് UPA സർക്കാരാണ് ഈ ആശാ വർക്കർമാർ എന്നുള്ള ഒരു നിയോഗിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിൽ ഇവരെ നിയോഗിച്ചു തുടങ്ങിയത് 2008-ലാണ്. ഇപ്പോൾ കേരളത്തിൽ 26,125 പേര് ആണുള്ളത്. ഇവരുടെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്, 25-നും 45-നും മധ്യേ പ്രായം, വിവാഹിത ആയിരിക്കണം, 62 വയസ്സിലാണ് ഇവരുടെ വിരമിക്കൽ പ്രായം. പരിശീലനം വിവിധ ഘട്ടങ്ങളിലായി 10 മോഡ്യൂളുകൾ അനുസരിച്ച് പരിശീലനം. ഓരോ പരിശീലനവും ശരാശരി 4 ദിവസമുണ്ട്. പിന്നെ സമരം ചെയ്യുന്ന ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവർക്ക് പ്രതിമാസം 21,000 രൂപ അനുവദിക്കണം. ഇത് ഇക്കാര്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ചില കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞു, ഇത് അംഗീകരിച്ചിട്ടുണ്ടോ? മാനദണ്ഡങ്ങൾ മീൻസ് ഇവരുടെ ഈ ഓണറേറിയം കിട്ടാനുള്ള, കാരണം കുറേ കാര്യങ്ങളുണ്ട്. ഇവർ ഇന്ന മീറ്റിങ്ങിന് വരണം, അറിയാലോ നമുക്ക്, ഇന്നടുത്ത് പങ്കെടുക്കാതിരുന്നാൽ അറ്റൻഡൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മാനദണ്ഡങ്ങളിൽ വരുന്നു. അപ്പോൾ ഇത് വരാത്തവർക്ക് അവരുടെ ഈ ഓണറേറിയത്തിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം സർക്കാർ അംഗീകരിച്ചു എന്നാണ്, അതിൽ നിന്നുള്ള മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന് അത് ഇതിനു മുമ്പ് അതിൻ്റെതായ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അത് നിലവിലിരിക്കെ കേരള സർക്കാർ അധികമായി അടിച്ചേൽപ്പിച്ച കുറേ കാര്യങ്ങളാണ് ഒഴിവാക്കിയത്. അതായത് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഓക്കെയാണ്, അവർക്ക് ഓണറേറിയം ചിലപ്പം കൃത്യമായി കിട്ടും, ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇതുവരെ. അല്ല, ഇത് വലിയ ഔദാര്യമാണോ? ഇവരൊക്കെ നടത്തുന്ന പരിപാടികളിൽ വേഷം കെട്ടി വന്നിരിക്കാൻ ഇവർക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇവരെ വേഷം കെട്ടി എത്തിക്കുന്നത്? ആ വേഷം കെട്ടി എത്തിക്കാനാണോ ഇവരെ നിയമിച്ചിരിക്കുന്നത്? 2005-ലെ UPA സർക്കാർ ഇത് കൊണ്ടുവരുമ്പോൾ ഇതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഓരോ സംസ്ഥാനത്തും മന്ത്രി പുങ്കവന്മാർ പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ഇവരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് നിർത്തണം. ഈ ആനയെ എഴുന്നള്ളിച്ച് നിർത്തുമല്ലോ, അതുപോലെയാണോ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതിനെതിരെയാണ്. ഇതിന് ചെന്നില്ലെങ്കിലല്ലേ പിന്നെ ഈ ഓണറേറിയം എന്ത് ചെയ്യുന്നത്? അതിൽ നിന്ന് കട്ട് ചെയ്യും. ഇപ്പം ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന 21,000 രൂപ അനുവദിക്കണം എന്നുള്ളതാണ്.
അതാണ് സുരേഷ് ഗോപി ഇവരുമായിട്ട് കണ്ടു കഴിഞ്ഞ് ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇതിനാവശ്യമായ ഫണ്ട് കേന്ദ്രം നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ പ്രതിമാസ വേതനം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ വിരമിക്കൽ സമയത്ത് 62ാമത്തെ വയസ്സിലാണ് വിരമിക്കുന്നത്, ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം എന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് എത്ര രൂപയാണ്? 7,000 രൂപയല്ലേ കൊടുക്കുന്നത്? 7,000 മുതൽ 13,000 വരെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പലർക്കും കിട്ടിയവരുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അല്ലേ. അത് പുറത്തു വന്നു. ഈ 13,000 ഒക്കെ കിട്ടിയത് ആർക്കാണോ എന്തോ. 7,000 ഒക്കെ കിട്ടുന്നവരുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് 7,000 കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ സർക്കാർ പറയുന്നത്, കേരള സർക്കാർ പറയുന്നത് 60:40, അതായത് ആ ഒരു റേഷ്യോയിലാണ് കണക്ക്. അതായത് കേന്ദ്ര സർക്കാർ ഇത്ര കൊടുക്കും, കേരള സർക്കാരാണ് ബാക്കി കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാരാണ് ആശാ വർക്കേഴ്സിനെ നിയമിച്ചത്, കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന് ഇതൊരു അമിതമായിട്ടുള്ള ചെലവുകളാണ്. കേരള സർക്കാരാണ് കൂടുതൽ കൊടുക്കേണ്ടത്, സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടുന്ന കാര്യമില്ല. അതിലൊരു ചോദ്യമുണ്ടെങ്കിലും പക്ഷേ പ്രവർത്തനം, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള വിഭാഗമാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. കോവിഡ് കാലത്ത് കണ്ടതല്ലേ അതെ ഇവരുടെ പ്രവർത്തനമൊക്കെ. അതെ, അതൊക്കെ പിന്നെ അതിന് പ്രത്യേക പ്രതിഫലം കൊടുക്കേണ്ടതല്ലേ ഇവർക്ക്. അതെ, ഇവരെ തെരുവിലിട്ട് ഇഴയ്ക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ടിടയ്ക്ക് ഈ CPM-ൻ്റെയും അതുപോലെ തന്നെ LDF-ലെ പല ട്രേഡ് യൂണിയനുകളും എന്താണ് പറഞ്ഞത്? സമരത്തിൽ നിന്ന് പലരും പിൻവാങ്ങി, അവരൊക്കെ ജോലിയിൽ പ്രവേശിച്ചു എന്നല്ലേ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ഇവരാരെയും പിന്നെ കെട്ടിയിറക്കിയതൊന്നുമല്ല. ഈ ജോലി ചെയ്യുന്ന 10-26,000 പേരും അവരുടെ കുടുംബക്കാരും ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലാതൊന്നുമല്ല. ഇവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വേഷം കെട്ടി ചെല്ലുകയല്ലേ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് CPM-ന് ഇത്തരത്തിലുള്ള ഒരു ഹുങ്കുണ്ടെന്നുള്ളതാണ്. ഈ അവരുടെ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവം അനുസരിച്ച് ഇവർക്ക് സമരത്തെ അടിച്ചമർത്താൻ അറിയാം, സമരം ചെയ്യാനും അറിയാം, ഇത് ശക്തമായിട്ട് അടിച്ചമർത്താനും അറിയാം. ഇതിപ്പോൾ എന്താണ്, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കും. അല്ല, ഇപ്പൊ പറയുന്നത് 26, സാറ് പറഞ്ഞ കണക്കനുസരിച്ച് 26,000 പേരുള്ളതിലെ ഒരു നിശ്ചിത വിഭാഗം 500 പേരോ ഈ ഒരു സംഘടനയിലുള്ള കുറച്ച് പേര് മാത്രമേ ഈ സമരത്തിലുള്ളൂ. ബാക്കി ഇവരുടെ ഈ ട്രേഡ് യൂണിയനിലുള്ളവരാണ്. അപ്പൊ അവർക്കില്ലാത്ത പ്രശ്നം എന്ത് ഇവർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഒരു സമരം അടിച്ചമർത്താൻ വേണ്ടുന്ന എല്ലാവിധ സഹകരണവും സർക്കാർ ചെയ്യും. സഹകരണം എന്ന് തന്നെ ഞാൻ വാക്ക് ഉപയോഗിക്കും. കാരണം ഇവരെ പിരിച്ചുവിടാനുള്ള ഇത്, നിങ്ങൾ ഈ സമരം അവസാനിപ്പിച്ച് തിരിച്ച് നിങ്ങളുടെ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ പിരിച്ചുവിടുക, പിന്നെ സെക്രട്ടേറിയറ്റ് അറിയാം നമുക്ക്, ഷെഡ് പൊളിച്ചു മാറ്റുക, എന്ന് കേരള ബാങ്കിനെയും കൊണ്ട് ജപ്തി നോട്ടീസ് അയക്കുക, എന്ന് വേണ്ട ഏതൊക്കെ തരത്തിൽ പുകച്ച് പുറത്താക്കുക എന്നുള്ള രീതിയിൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തെങ്കിലും ഒരു സ്ത്രീ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഇവർക്ക് സമരം ചെയ്യാനും അറിയാം, സമരം അടിച്ചമർത്താനും അറിയുന്നവരാണ്. ഈ കോൺഗ്രസ്സുകാരെ പോലെ അല്ല, എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം ഇവർ. പക്ഷേ ഈ സ്ത്രീകളെ ഇത്രത്തോളം അവഹേളിക്കുന്നു. ഇതിനെതിരെ ഏതെങ്കിലും, ഞാൻ ചോദിക്കുന്നത്, ഒരു വനിതാ സംഘടന ഇന്നേ വരെ രംഗത്ത് വന്നിട്ടില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നമായിരുന്നു, എന്തായിരുന്നു, പിന്നെ ഉടനെ സംയുക്ത പ്രസ്താവന ഇറക്കുന്നു, സംയുക്ത പ്രസ്താവനയിൽ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഒപ്പുവയ്ക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ എവിടെ വന്ന് ഒരു ചെങ്ങന്നൂരിലെ ഒരു മുൻ MLA വന്ന് പൊങ്കാലയിട്ടല്ലോ. ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ മുഖ്യമന്ത്രിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പൊങ്കാലയിടുന്നതാണെന്ന്. അവർ എന്തിനാ പൊങ്കാലയിട്ടതെന്ന് നമുക്കറിയാം. അവർക്കിപ്പോഴും ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കണം. അവർ ചെങ്ങന്നൂരിൽ നിരവധി വട്ടം കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. ഒടുവിൽ കോൺഗ്രസ് വിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം കൊടുത്തു, ഇപ്പോൾ P. ജയരാജൻ ഇരിക്കുന്നിടം. അങ്ങനെ അത് കഴിഞ്ഞിട്ടിപ്പോൾ വേറെ ഒരു കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ കൂടിയാണ്. ഇനിയും കിട്ടണം, അതിനുവേണ്ടിയാണ്. അതിനല്ലേ ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഈ എല്ലാം ചുവപ്പണിഞ്ഞ് വന്ന് നിന്ന് ആറ്റുകാൽ ദേവിയോടുള്ള ഭക്തിയല്ല, പിണറായി ഭക്തിയാണ് ഈ പിന്നെ ശോഭന ജോർജ് കാണിച്ചത്. അപ്പം എന്നിട്ട് പോലും ഈ ആശാ വർക്കർമാരോടൊരു അനുഭാവം പ്രകടിപ്പിക്കാൻ ഈ കേരളത്തിലെ വനിതാ നേതൃത്വത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല?